പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ക്യാപ്റ്റൻ നിങ്ങൾ എവിടെയാണ്? ഈ കഴിഞ്ഞ ദിവസം ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇൻസ്റ്റാ പോസ്റ്റാണത്. മലയാള സിനിമയിലെ സംവിധായകനായിട്ടുള്ള ശ്രീ ജൂഡ് ആൻ്റണി ജോസഫ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. അദ്ദേഹത്തിൻ്റെ വിമാന യാത്രയ്ക്കിടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഈ പോസ്റ്റിന് കാരണമായിട്ട് മാറിയത്. യാത്രക്കാരെ വിമാനത്തിൽ പ്രവേശിപ്പിച്ച് 1 മണിക്കൂറോളം പിന്നിട്ടിട്ടും ക്യാപ്റ്റൻ എത്തിയില്ല. ഇൻഡിഗോ വിമാനത്തിലാണ് സംവിധായകന് ഈ ദുരനുഭവം ഉണ്ടായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ ജൂഡ് ആൻ്റണി യാത്രക്കാരെല്ലാം വിമാനത്തിലിരിക്കുന്ന ചിത്രം സഹിതം ഒരു പോസ്റ്റ് ഇട്ടത്. അതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഇൻഡിഗോ വിമാനത്തിൽ കയറി 1 മണിക്കൂറായി ക്യാപ്റ്റനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് ക്യാപ്റ്റൻ? നിങ്ങളിത് കാണുകയാണെങ്കിൽ ഉടൻ വരൂ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഈ പോസ്റ്റിന് തുടർന്ന് നിരവധി രസകരമായിട്ടുള്ള കമൻറ്റുകളാണ് ലഭിച്ചത്. ഇന്നത്തെ വചനഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഈ പോസ്റ്റാണ്. ക്യാപ്റ്റൻ നിങ്ങൾ എവിടെയാണ് എന്നതിന് പകരമായിട്ട് കർത്താവേ നീ എവിടെയാണ് എന്നുള്ള ശിഷ്യന്മാരുടെ നിലവിളിയാണ്. കാരണം വചനഭാഗത്ത് നമ്മൾ കാണുന്നു, ശിഷ്യന്മാർ ഒത്തിരി പേടിച്ച് വിഷമിച്ചുകൊണ്ടാണ് ഈശോ വിളിക്കുന്നത്. മർക്കോസ് 4:35 മുതൽ 39 വചനം നമ്മൾ വായിക്കുകയാണ്. അന്ന് സായനമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ടിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആനടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, യേശു കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു പ്രവർത്തിച്ച നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങൾ കാണുകയും അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്ത ശിഷ്യന്മാർ പക്ഷേ ഒരു നിമിഷം പകച്ചുപോയി. മറ്റൊരിക്കൽ പിശാചിൻ്റെയും തിന്മയുടെയും ശക്തിയുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം കണ്ട ശിഷ്യന്മാർ പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ ഒരു നിമിഷം എല്ലാം മറന്നുപോയി. ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നിട്ട് പോലും അവർക്ക് യേശുവിൻ്റെ ശക്തിയിൽ വിശ്വാസമില്ലാതെ പോയി. വിശ്വാസം ഒരു നിമിഷം ക്ഷയിച്ചുപോയി. അതേ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ എല്ലാം മറന്നുപോയി, നിരാശപ്പെട്ട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. കർത്താവേ നീ എവിടെയാണ് എന്ന രീതിയിൽ ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. ആ രോദനമാണ് അവരുടെ ഈ വാക്കുകൾ കാണുവാനായിട്ട് സാധിക്കുക. ഗുരു, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ശിഷ്യന്മാരെ പോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. കർത്താവേ നീ എവിടെയാണ്? ദൈവമേ നീ എവിടെയാണ്? എൻ്റെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകുന്നില്ലേ? ഞാൻ പ്രാർത്ഥിച്ചത് നീ കേൾക്കുന്നില്ലേ? ഞാൻ ഉപവസിച്ചിട്ടും നീ കാണുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചിട്ടും നീ അത് കാണുന്നില്ലേ? ശിഷ്യന്മാരെ പോലെ തന്നെ ഇപ്രകാരമുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളും ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയുവാനായിട്ടുള്ളത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. കൂടെയുള്ള ദൈവത്തെയോ അവിടുത്തെ ശക്തിയോ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പലപ്പോഴും നമ്മൾ പറയുന്ന ഒന്നാണ്, ഒരു ചങ്ക് കട്ടയ്ക്ക് കൂടെയുണ്ടെങ്കിൽ പിന്നെ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഈശോ ഒരു ചങ്കായിട്ട് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിലുള്ള ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിന്ന് വായിച്ചു കേട്ട വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉറപ്പായും എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, ഈശോ എന്നും നമ്മുടെ കൂടെ ഒരു ചങ്കായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് കൂടെയുണ്ട്.
പക്ഷെ പലപ്പോഴും ഈശോയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകാതെ പോകുന്നു. ഈശോ കൂടെ ഉണ്ടായിട്ട് പോലും നമ്മൾ അവിടുത്തെ തിരിച്ചറിയാതെ പോകുന്നു, മനസ്സിലാക്കാതെ പോകുന്നു. വചനഭാഗത്ത് ശിഷ്യന്മാർക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. വീണ്ടും കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം നമ്മൾ കാണുന്നു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും സംഭവിച്ചത് അതുതന്നെയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ലൂക്ക 24:16 നമ്മൾ വായിക്കുകയാണ്, എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നിമിഷത്തിലും വേദനയുടെ നിമിഷത്തിൽ നമ്മളും ഇങ്ങനെ ശിഷ്യന്മാരെ പോലെ നിലവിളിക്കാറുണ്ട്. എന്നാൽ പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജോബ് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്, പ്രചോദനമാണ്. സഹനങ്ങളുടെ നിമിഷത്തിലും വേദനയുടെ നിമിഷങ്ങളിലും ജോബ് ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല, ശപിച്ചില്ല, ദൈവത്തെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ജോബിനുമുണ്ടായിരുന്നും അതുതന്നെയാണ്. ജോബിനെ അപ്രകാരം പറയുവാനായിട്ട് പ്രേരിപ്പിച്ചതും ഈ ദൈവ അനുഭവമാണ്. ജോബ് 1:21 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, യേശു കർത്താവും രക്ഷകനും മിശിഹയുമാണെന്ന് തിരിച്ചറിഞ്ഞ സഖ്യവസ് എന്ന ചുങ്കക്കാരിലെ പ്രധാനി യേശുവിനെ കണ്ടുമുട്ടി വീട്ടിൽ സ്വീകരിച്ചപ്പോൾ, യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എല്ലാ സ്വത്തും മറ്റുള്ളവർക്ക് ദാനം ചെയ്തു. ലൂക്ക 19:8 നമ്മൾ വായിക്കുന്നത്, സഖ്യവസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്നുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും, പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് ഉണ്ടായിരുന്നിട്ട് പോലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. പലപ്പോഴും നമ്മൾ കർത്താവിനെ പഴിചാരുന്നു. യഹൂദ ജനത പോയ പോലെ ദൈവത്തിനെതിരെ നമ്മളും പിറുപിറുക്കുന്നു. ആയതിനാൽ എന്നും കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ ദൈവത്തിൻ്റെ പേരാണല്ലോ എമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. മത്തായി 1:23 നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇന്ന് ഈ ദിനവചനം നമ്മളെ ക്ഷണിക്കുകയാണ്. കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ, ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുവാൻ. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ആഴമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആഴമായിട്ടുള്ള ഒരു വിശ്വാസം. എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ശിഷ്യന്മാരുടെ വിശ്വാസത്തിൻ്റെ അഭാവത്തെക്കുറിച്ചാണ് വചനത്തിൽ ഈശോ പറയുന്നത്. നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം ഇന്നും കർത്താവ് നമ്മളോട് ആവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോകുമ്പോൾ, ജീവിതത്തിൽ നിരാശപ്പെടുമ്പോൾ കർത്താവ് നമ്മോടും അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്നതിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ഇടയാക്കില്ല. ഉറപ്പായി ഞാൻ പറയട്ടെ, ഇന്നും ജീവിക്കുന്ന നമ്മുടെ രക്ഷകനും നാഥനുമായിട്ടുള്ള കർത്താവ് നമ്മൾ നശിച്ചു പോകുവാനായിട്ട് ഒരു കാലത്തും ഇടയാക്കില്ല. നമ്മൾ ദൈവത്തെ മറന്നാലും ദൈവം ഒരിക്കലും നമ്മളെ മറക്കില്ല. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. മത്തായി 17:20 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന പോലെ ഒരു കടുകുമണിയുടെ വിശ്വാസമുണ്ടെങ്കിൽ മലകളെ മാറ്റിമറിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കൂടുതലായിട്ട് വിശ്വാസത്തിൽ വളരുവാനും ആഴപ്പെടുവാനും വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു ചങ്കായി കട്ടയ്ക്ക് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട്
നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.